ഇപ്പോൾ സിനിമാ ലോകത്ത്, തമിഴ് സിനിമാ ലോകത്ത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, അതേപോലെ തന്നെ തമിഴ് ആരാധകർ വളരെയധികം ആശങ്കയോടുകൂടി കാണുന്ന ഒരു കാര്യമാണ് വിശാൽ എന്ന് പറയുന്ന നടൻ്റെ ആ ഒരു ഫിസിക്കൽ കാര്യത്തെ പറ്റി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു ഇവന്റിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് എല്ലാവരിലേക്കും വലിയൊരു വിഷമം വരുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ ഒരു സിനിമയിലൊക്കെ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും സ്റ്റണ്ട്, അത്രയ്ക്കും വളരെ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് എല്ലാവരും എല്ലാ സിനിമ കാണുന്ന പ്രേക്ഷകർ മുഴുവൻ വിശാലിനെ കണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു സ്റ്റേജിൽ, കഴിഞ്ഞ ആ ഒരു ഇവന്റിൽ, ആ ഒരു സ്റ്റേജിൽ ഒരു മൈക്ക് പോലും കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റാതെ കൈകൾ വിറച്ചുകൊണ്ട് ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസ് തന്നെ വളരെയധികം വ്യത്യസ്തമായിട്ടായിരുന്നു ആളുകൾ കണ്ടിരുന്നത്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അദ്ദേഹത്തിന് എന്ത് പറ്റി, ഇതിന് പിറകിലുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ വിശാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഫാദർ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ആയിരുന്നു. സോ ആ ഒരു വഴിയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം സിനിമാ ലോകത്തിലേക്ക് വളരെ ഈസി ആയിട്ട് കടന്നു വരുന്നതും. എന്നാൽ ആ കടന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തി അനുഭവിച്ചിട്ടുള്ള അതേ സിറ്റുവേഷൻസിലൂടെ ഒക്കെ തന്നെ വിശാൽ കടന്നു പോയിട്ടുണ്ട്. അതായത് മറ്റുള്ളവർ പറയുള്ളൂ നിനക്ക് വളരെ ഈസി ആയിട്ട് നിനക്ക് കടന്നു വരാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ കളറിന്റെ കാര്യത്തിലായാലും അതേപോലെ തന്നെ അപ്പിയറൻസിന്റെ കാര്യത്തിലൊക്കെ ആയാലും വളരെയധികം ഡീഗ്രേഡിങ് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ വിശാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി. എന്നാൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ 3 ചിത്രങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മെഗാ ഹിറ്റ് അല്ലെങ്കിൽ ബമ്പർ ഹിറ്റ് എന്ന് പറയുന്ന ഒരു ലെവലിലുള്ള ഒരു ചിത്രങ്ങളായിരുന്നു. കാരണം മറ്റുള്ളവർ അതിശയിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വരുമ്പോൾ തന്നെ ഹിറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ വിശാലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിട്ടുള്ള ഒരു കാര്യമാണ് നടന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പടങ്ങൾ മുഴുവൻ ഹിറ്റായിരുന്നു. ബട്ട് അതിനുശേഷം വന്നിട്ടുള്ള പല പടങ്ങളും വിചാരിച്ചത്ര ഒരു റേസ് ആകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള മേഖലയിൽ വളരെയധികം സ്ട്രഗിൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പണം അടിച്ചു മാറ്റുക എന്നുള്ളത്, അതും അത്രയ്ക്കും വിശ്വസ്തരായിട്ടുള്ള ഫ്രണ്ട്സൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്. അവരെ വിശ്വസിച്ച് ഒരുപാട് പണം, ഒരുപാട് പ്രൊജക്റ്റുകളെ ഏൽപ്പിച്ചു, എന്നാൽ അവർ എന്നെ ചതിച്ചുകൊണ്ട് ആ പണം കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നുപോയിട്ട്. അത് മറ്റൊരു കാര്യമാണ്. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ പോലെ വെറും വാക്ക് പറയുക എന്നുള്ളതല്ല, സഹായിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും തൻ്റെ കയ്യിലുള്ള ഫുള്ള് പൈസ അല്ലെങ്കിൽ ഫുള്ള് കാര്യങ്ങൾ വിറ്റ് തന്നെ സഹായിക്കുന്ന ഒരു മനോഭാവമുള്ള ഒരു വ്യക്തി കൂടിയാണ്. സോ ഈ ഒരു ഇതിനെ തന്നെ, ഈ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിനെ തന്നെ മറ്റു പലരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അവരൊക്കെ ചൂഷണം ചെയ്ത് അദ്ദേഹത്തിന്റെ പൈസ അടിച്ചു മാറ്റുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്ട്രെസ്സും അതുപോലെ തന്നെ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ലെവലിലേക്കൊക്കെ പോകുന്ന സിറ്റുവേഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ബാഡ് ഹാബിറ്റ്സിലേക്കൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹം പല വീഡിയോസിലും അല്ലെങ്കിൽ പല ഇന്റർവ്യൂസിലും പറയുന്നതാണ്, അദ്ദേഹം ഒരു കൗൺസിലറിൻ്റെ അടുത്ത്, ഒരു മെന്റൽ ഹെൽത്ത് ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൗൺസിലറിൻ്റെ അടുത്ത് പോയി ഒരു ആഴ്ചയിൽ ഒരു വട്ടം പോയി അവിടെ സംസാരിക്കും. അദ്ദേഹം ആ ഒരു വിസിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ട് എന്നുള്ളത്. സോ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു 47 വയസ്സായിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന് വിവാഹത്തിന്റെ ഒരു കാര്യം പലരും പറയുന്നത് വിവാഹം കഴിക്കില്ല, സിംഗിൾ ആണ് എന്നുള്ളവരാണ്. എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത് അതിൻ്റെ ഒരു കാര്യമായി ഒരുപാട് മുന്നോട്ട് പോയിട്ടുള്ളതാണ്. അതായത് എൻഗേജ്മെന്റ് വരെ വന്നിട്ട് ആ ഒരു വിവാഹം സ്റ്റോപ്പ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സോ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു അവസ്ഥ. മറ്റൊരു കാര്യമാണ്, ഇദ്ദേഹം ഫിസിക്കലി വളരെയധികം നല്ല രീതിയിൽ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കുടുംബം നോക്കിയാൽ കൂടിയായിരുന്നാലും വിശാൽ എന്ന് പറയുന്ന ഒരു ആക്ടർ എടുത്താലും ഫിസിക്കലി നല്ല രീതിയിൽ ഫിറ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സത്യം എന്ന് പറയുന്ന പടത്തിൽ അദ്ദേഹത്തിന്റെ ബോഡി ഫിറ്റ്നസ് എന്ന് പറയുന്നത് 6 പാക്ക് ഫുൾ ബോഡി എന്ന് പറയുന്നത് അത്രയും ഫിറ്റ് ബോഡി ആയിരുന്നു. ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കാലഘട്ടം കൊണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ ഒരു ലെവൽ അച്ചീവ് ചെയ്യേണ്ടിയിരുന്നത് പടം സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട്. സോ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം പലതരത്തിലുള്ള സ്റ്റിറോയിഡ്സും പലതരത്തിലുള്ള ഗുളികകളൊക്കെ എടുത്തത് വളരെയധികം നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. മെയിനായിട്ട് ഡോക്ടേഴ്സ് പറയുന്നതിനുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എടുത്ത എല്ലാ ടാബ്ലറ്റ്സ്, ഡിപ്രഷന് വേണ്ടിയിട്ടായാലും മറ്റ് പെയിൻ കില്ലേഴ്സ്, അതായത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക സ്റ്റണ്ട് എന്ന് പറയുന്നത് മാക്സിമം അദ്ദേഹം ഒറിജിനലി ചെയ്യുന്നതാണ്. പലതരത്തിലുള്ള ജീവൻ തന്നെ അപായപ്പെടുന്ന സിറ്റുവേഷൻസ് അദ്ദേഹത്തിൻ്റെ സിനിമ ലൊക്കേഷനിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സ്റ്റണ്ടൊക്കെ നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒടിവുകളും ചതവുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പെയിൻ കില്ലേഴ്സ്, അതേപോലെ തന്നെ ഡിപ്രഷൻ ടാബ്ലറ്റ്സ്, അതേപോലെ പല തരത്തിലുള്ള ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മദ്യപാനം, അതുപോലത്തെ ഈ സ്റ്റിറോയിഡ്സ്, ഇതൊക്കെ ചേർന്നിട്ടുള്ളതിൻ്റെ ഒരു അനന്തരഫലം എന്നുള്ള രീതിയിലാണ്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഏകദേശം ഒരു 3 വർഷങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം വളരെയധികം ഡീസൻ്റായിട്ട് ബോഡി മാത്രം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു പോവുകയാണ്. പക്ഷേ ഇതൊക്കെ മുമ്പ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബോഡിയിൽ വന്ന് എഫക്റ്റ് ആകുന്നത് എന്നതാണ് ചില ഡോക്ടേഴ്സ് പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട ആളുകളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മെയിൻ ആയിട്ടുള്ള റീസൺ ഇതൊക്കെയാണ്. സോ ഇപ്പോൾ അദ്ദേഹത്തെ നോക്കുന്ന ഡോക്ടർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു വൈറൽ ഫീവർ വന്നു. ഈ ഒരു വൈറൽ ഫീവർ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 6 മാസ കാലമായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ അദ്ദേഹം ഫേസ് ചെയ്യുന്നത് എന്നുള്ളത്. ഈ ഒരു പ്രസന്റ് കണ്ടീഷനിൽ അദ്ദേഹത്തിന് വേണ്ട ശരിയായിട്ടുള്ള ഒരു റെസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഡോക്ടേഴ്സ് ഒരു 6 മാസ കാലമായിട്ട് വിശാലിനെ പുറത്തേക്ക് ഒരു ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ മറ്റൊരു വീഡിയോസിലൊന്നും കാണാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ആ ഒരു റെസ്റ്റിലായിരുന്നു അദ്ദേഹം. എന്നാൽ ഇപ്പോൾ ഈ ഒരു പൊങ്കലിന് നമ്മുടെ അജിത്തിന്റെ പടം വരുന്നില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ വിശാലിന്റെ 2013 റിലീസ് ആകപ്പെടേണ്ട ഒരു പടമായിരുന്നു. ആ ഒരു പടത്തിന്റെ ഒരു ട്രെയിലർ റിലീസിങ് ഒരു ഇവന്റിൽ വെച്ചിട്ടായിരുന്നു വിശാലിനെ സ്റ്റേജിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ആളുകൾ കാണുന്നത്. എന്നാൽ കണ്ടവരെല്ലാവരും അദ്ദേഹത്തിന്റെ ഫാൻസ് ആയാലും വളരെയധികം വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിലാണ്. എന്നാലും മൈക്ക് പോലും പിടിക്കാനായിട്ട് സാധിക്കാത്ത ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം വരും എന്നൊരിക്കലും ഒരാളും
വിചാരിച്ചിട്ടില്ല. സോ പലരും പല രീതിയിലാണ് ഇതിനുള്ള ഗോസിപ്പുകൾ ഇറക്കുന്നത്. ചിലർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്രഗ്സും അതേപോലെ തന്നെ കുടി അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് വരുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതേപോലെ മറ്റു ചിലർ പറയുന്നതാണ് ഒരുപാട് എക്സസൈസ് ചെയ്തത് കൊണ്ട് വരുന്നതാണ്, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റിറോയിഡ്സ് ഒക്കെ എടുത്തതിൻ്റെ അനന്തരഫലമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ മറ്റ് ഒരുപാട് ഭയങ്കര നെഗറ്റീവായിട്ട് പറയുന്ന ആളുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് ഹാബിറ്റ്സ് തന്നെയാണ് എന്നുള്ളത് പറയുന്നുണ്ട്. സോ എന്ത് തന്നെയായിരുന്നാലും അദ്ദേഹത്തിന് പഴയ ആ ഒരു ലെവലിലേക്ക് വരുവാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, അതേപോലെ തന്നെ ആശംസിക്കാം. വിശാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് സാധാരണ ഒരു നടനല്ല. ശരിക്കും പറഞ്ഞാൽ നല്ല എല്ലാ തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇതുകളും കടന്ന് അതുപോലെ എല്ലാ തരത്തിലുള്ള സിറ്റുവേഷൻസും കണ്ട് വിജയിച്ച് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ വിജയ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ പോലെ തന്നെ എല്ലാ തരത്തിലുള്ള ബോഡി ഷെയ്മിങ് ആയാലും, അതുപോലെ ഈ വിശാൽ എന്ന് പറയുന്ന ഒരു ആന്ധ്രാപ്രദേശുകാരനാണ്. സോ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വന്നിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക സിറ്റുവേഷൻസ് ഉണ്ട്. സോ ഇതൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. സോ അദ്ദേഹത്തിന് പഴയ ഒരു ആ ഒരു സിറ്റുവേഷൻ ആ ഒരു ഫിസിക് ലെവലിലേക്ക് വരുവാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി കാണാം.